ലോകത്തിന്റെ നൊമ്പരമായി മാറിയ ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായി കലാസാംസ്കാരിക പ്രവർത്തകർ. ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചുവീണ 18,000 കുട്ടികളുടെയും പേരുകൾ വായിച്ചാണ് സംസ്ഥാനത്തുടനീളം പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ചത്. കൽപ്പറ്റയിൽ നടന്ന ഐക്യദാർഢ്യ സംഗമം സാഹിത്യകാരൻ NS മാധവൻ ഉദ്ഘാടനം ചെയ്തു. സയണിസം എന്നൊരു ഭീകരത, കുഞ്ഞുങ്ങളുടെ ചോര കുടിച്ച് ഇസ്രായേലിൽ വളരുമ്പോൾ അതിനെതിരായി പലസ്തീൻ യുദ്ധം തുടങ്ങിയതു മുതൽ മരിച്ചു വീണ ഗസയിലെ കുട്ടികളെ ലോകം അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായാണ് കൽപ്പറ്റയിലും പലസ്തീൻ ഐക്യദാർഢ്യ ബഹുജന റാലിയും കലാവിഷ്കാരങ്ങളും നടത്തിയത്. ചിന്താരവി ഫൗണ്ടേഷനും വിവിധ സാംസ്കാരിക സംഘടനകളും ചേർന്നാണ് 14 ജില്ലാ കേന്ദ്രങ്ങളിലും കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. ഗസയുടെ പേരുകൾ എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 18,000 കുട്ടികളുടെ പേരുകൾ വായിച്ചു. മുഹമ്മദ് അബ്ദുൽ മജീദ് അൽ റുബേ, അഹമ്മദ് ഫറൂഖ്, നിസാർ അൽ നജ്ജാർ, റഹിമ അൽ, ബിലൽ ഒമർ, സലൈം ഖട്ടബ്, മസറ മുഹമ്മദ് അയീദ് അൽ, മുഹമ്മദ് ഖാലിദ്, മുഹമ്മദ് മക്കരി. കൽപ്പറ്റയിലെ പരിപാടി സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ NS മാധവൻ ഉദ്ഘാടനം ചെയ്തു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യ കുരുതിയെ അപലപിക്കുക, ആ മനുഷ്യ കുരുതിയിൽ നാളെ തോക്കെടുക്കുമെന്ന് പേടിച്ച് ഇന്നത്തെ കുട്ടികളെ കൊല്ലുക എന്ന സയോണിസ്റ്റ് ന്യായത്തിനെതിരായി നമ്മൾ പ്രതിഷേധിക്കുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PK സത്താർ അധ്യക്ഷനായി. എഴുത്തുകാരൻ OK ജോണി, മുൻ MLA മാരായ CK ശശീന്ദ്രൻ, MV ശ്രേയംസ് കുമാർ, എഴുത്തുകാരി CS ചന്ദ്രിക, പ്രൊഫസർ ശ്രീജിത്ത് ശിവരാമൻ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ ചിത്രകാരന്മാരായ ജോസഫ് M വർഗീസ്, PS ജലജ, KS ദീപ, ചിത്ര എലിസബത്ത്, T രാജൻ തുടങ്ങിയവർ ചിത്രങ്ങൾ വരച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.